ഇന്നലെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനിടയിലും നിങ്ങൾ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുടെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു വാർത്തയായിരുന്നു. അവിടെ RSS ചിഹ്നങ്ങൾ തുടർച്ചയായി വയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോന്നത്. അത് ഏതായാലും ഗവർണർ നടത്തുന്നത് ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് എന്ന വലിയ വിമർശനം ഉയർന്നു വരികയാണ്. കാരണം നമുക്കറിയാം, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാപരമായ വിശുദ്ധിയുള്ള ഇടമാണ്. അവിടെയാണ് ഗവർണർ തൻ്റെ രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുന്നത്. അതിനെതിരെ വ്യാപക വിമർശനമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ അത് രാഷ്ട്രീയം പറയേണ്ട ഇടമല്ല എന്നൊരു ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. ഗവർണർ അത് ലംഘിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏതായാലും സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. സർക്കാർ പരിപാടികളിൽ ഗവർണർ ഇനിയും RSS ചിത്രം വച്ചാൽ അതിൽ സഹകരിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അതേസമയം തന്നെ ഈ രാജ്ഭവന്റെ ഹാളിൽ നിന്ന് ഈ ചിത്രങ്ങൾ മാറ്റില്ല എന്ന് ഗവർണറും നിലപാട് സ്വീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്, ഇതിന്റെ തുടർച്ചകൾ എങ്ങനെയായിരിക്കുമെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും സർക്കാർ ശക്തമായ നിലപാടിലാണ്. സർക്കാർ പരിപാടികളിൽ, രാജ്ഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സർക്കാർ പരിപാടികളിൽ RSS ചിത്രങ്ങൾ വച്ചാൽ ആ പരിപാടികളോട് സഹകരിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. മറുഭാഗത്ത് ഗവർണർ ആകട്ടെ ആ ചിത്രങ്ങൾ മാറ്റില്ല എന്നും പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഭരണഘടനാപരമായ മൂല്യങ്ങൾക്ക്, അതിന് തത്വങ്ങൾക്ക് അടിസ്ഥാന വില പോലും നൽകാത്ത ഒരു സാഹചര്യമാണോ ഗവർണർ ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നത്? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഗവർണർ ആരായാലും ഇവിടെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ തീർത്തും RSSന് അനുകൂലമായ രീതിയിൽ, RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത്. നിലവിലേതായാലും സർക്കാർ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ രാജ്ഭവനിൽ എത്തി അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെയാണ് ആ പരിപാടിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയത്. പ്രധാനമായും സംസ്ഥാന സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ എന്ന് പറയുന്നത്, ഭരണഘടനാപരമായ പദവിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്ഭവനെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സർക്കാരുമായി ചേർന്നുള്ള പരിപാടികളിൽ, പൊതുപരിപാടികളിൽ ഈ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രം അത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അത് നമുക്കറിയാം, പരിസ്ഥിതി ദിന പരിപാടിയിലെ വിവാദങ്ങൾ ഒക്കെ അറിയുന്നതാണ്. ആ ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ നിലപാട് ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റേത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് അതിൽ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമോ ഒന്നും തന്നെ നടത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പരിപാടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്തായിരിക്കും ഇനി തുടർന്നുള്ള നിലപാട് എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഈ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അതേ തുടർന്ന് അദ്ദേഹം പറയുന്നു, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇതാണ്, സംസ്ഥാന സർക്കാരിന് ഒരു രീതിയിലും ഇത്തരത്തിൽ ഉള്ള ഒരു കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് RSS പ്രചരണത്തിന് വേണ്ടി രാജ്ഭവൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. പക്ഷേ അതിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർ ഇത് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഒരു തരത്തിലും ഭാരതമാതാവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി അത് രാജ്ഭവനിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇതിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നിലവിൽ രാജ്ഭവനെതിരെ ഉയരുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം തന്നെ DYFI ഇങ്ങോട്ടേക്ക് പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധം ഇവിടേക്ക് ഈ രാജ്ഭവന് മുന്നിലേക്ക് ഉണ്ട് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നു. സംസ്ഥാന സർക്കാരും കൃത്യമായ രീതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരിക്കുന്നത്. ഗവർണറെ അറിയിക്കാതെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് ഗവർണറുടെ പദവിയോടുള്ള അനാദരവാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഗവർണർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. പക്ഷേ ഗവർണർ ആ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നില്ല. സർക്കാരിന് നൽകിയ ചില ഉറപ്പുകളുണ്ട്. അതായത് ഈ പൊതുപരിപാടികളിൽ ഇത്തരത്തിൽ ഈ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രം അത്
ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ രാജ്ഭവനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്ഭവന് നേരെ ഉയരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നതും. സംസ്ഥാന സർക്കാരും അതിലുള്ള ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും ഇതിനകം തന്നെ ഗവർണറെയും രാജ്ഭവനെയും അറിയിച്ചിട്ടുമുണ്ട്. മനു, ഇവിടെ ഷീജ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നാണല്ലോ ഗവർണർ പറയുന്നത്. സ്വാഭാവികമായും ഗവർണറുടെ നേരെ ഉയർന്നു വരുന്ന കുറേ അധികം ചോദ്യങ്ങളില്ലേ? ഇത്തരത്തിലൊരു ഭാരതമാതാവിനെ കുറിച്ച് എവിടെയാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലൊരു ഭാരതമാതാവിനെ കുറിച്ച്? ഇത് RSSകാർ അവരുടെ ശാഖയിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ്. അതിനപ്പുറത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലോ ഇന്ത്യൻ ദേശീയതയിലോ ഇന്ത്യയുടെ ഭരണഘടനയിലോ ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു സംഘടന അവരുടെ പ്രചരണാർത്ഥം ഉപയോഗിക്കുന്ന ഒരു ചിത്രം എങ്ങനെ ഔദ്യോഗിക പരിപാടിയിൽ ഇടം പിടിച്ചു? അതിൻ്റെ പ്രാധാന്യം എന്ത്? ഭരണഘടനാപരമായി അതിൻ്റെ പ്രസക്തി എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വിശദീകരിക്കാനുള്ള ബാധ്യത ഗവർണർക്കില്ലേ? തീർച്ചയായും മനു, അതാണ് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ ഗവർണർ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഗവർണർ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഭാരതമാതാവിന്റെ ചിത്രം താൻ ഒഴിവാക്കാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്നുള്ള കാര്യം. മറിച്ച് അതിനപ്പുറത്തേക്ക് സർക്കാരിന് നൽകിയിട്ടുള്ള ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല. അതിനൊപ്പം തന്നെ എന്താണ് രാജ്ഭവൻ, എന്താണ് ഒരു ഗവർണറുടെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ നിന്നും ഗവർണറുടെ നിലപാടുകൾ വ്യതിചലിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു രാജ്ഭവൻ പോലുള്ള ഒരു ഇടത്തെ അത് RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് ഭരണഘടന ലംഘനമാകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. മിക്ക പരിപാടികളിലും, അതായത് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയാകട്ടെ അല്ലെങ്കിൽ ഗവർണർ പുറത്ത് പങ്കെടുക്കുന്ന പൊതുപരിപാടിയാകട്ടെ, അതിലൊക്കെ ഗവർണർ സ്വീകരിക്കുന്ന ഒരു നിലപാട് താനൊരു RSSകാരനാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും രാഷ്ട്രീയമുണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട ഇടം ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം ഗവർണർക്ക് ഇല്ലേ എന്നുള്ളതാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരും ഉറച്ച നിലപാട് തന്നെയാണ്. ഇത്തരത്തിലുള്ള RSSന്റെ പ്രചരണ കേന്ദ്രമാക്കാൻ രാജ്ഭവനെ അനുവദിക്കുകയില്ല. അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അവയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളൊരു കൃത്യമായ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഏതായാലും നിലവിലിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് ഏതൊക്കെ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് കൂടി നോക്കിക്കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്ഭവനിൽ പ്രത്യേകിച്ച് പരിപാടികൾ നടത്താതെ, അതായത് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പരിപാടികൾ നടത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ അടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. മനു, തീർച്ചയായും ഏതായാലും ഏറെ നിർണായകമായ ദിവസങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ഗവർണർ ഈ നിലപാട് തുടർന്നാൽ അത് എങ്ങനെയായിരിക്കും സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുക എന്നത് ഏറെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും സർക്കാർ ഈ RSSന് ചിത്രം വയ്ക്കുന്ന ഒരു പരിപാടികളോടും സഹകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഷീജ, ഒരൊറ്റ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങൾ. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും സമീപനങ്ങൾ കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. നേരത്തെ കൃഷിമന്ത്രി ഈ പരിപാടി ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് CPIക്ക് ഒരു നിലപാടും CPIഎമ്മിന് ഗവർണറോട് അനുനയത്തിൽ പോകണം എന്ന നിലപാടും ആണെന്നായിരുന്നു. പ്രതിപക്ഷവും അതിന് ചുവട് പിടിച്ചാണ് നിന്നത്. പക്ഷേ ഇന്നലെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആരാണ്? മന്ത്രി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ആരാണ്? CPIഎമ്മിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അപ്പോൾ ഈ ഗവർണറോടുള്ള സമീപനത്തിൽ CPഎമ്മിനും CPIക്കും രണ്ട് നിലപാടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾക്കുള്ളൊരു മറുപടി കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യമായി ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പരിസ്ഥിതി ദിന പരിപാടി ജൂൺ 5 നടന്ന പരിസ്ഥിതി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്നത്തെ ദിവസം അത്തരത്തിലൊരു ശക്തമായ നിലപാട് കൃഷിമന്ത്രിയായിട്ടുള്ള P പ്രസാദ് സ്വീകരിച്ചത് തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തന്നെയായിരുന്നു. കാരണം അത് ആ രീതിയിൽ തന്നെയാണ് ഒരു സർക്കാർ നിലപാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തന്നെയാണ് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതും പരിപാടി ഇവിടെ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതും. പക്ഷേ അതിന്
വന്നിട്ടുള്ള വ്യാഖ്യാന മാധ്യമങ്ങളിൽ എന്ന് പറയുന്നത് CPIക്ക് മാത്രമാണ് അത്തരത്തിലൊരു നിലപാടുണ്ടായിരുന്നത്. CPIഎമ്മിന് അത്തരത്തിൽ ഉള്ള വിയോജിപ്പ്, അത്തരത്തിലുള്ള ഒരു നിലപാട് ഗവർണർക്കെതിരെ സ്വീകരിക്കുന്നതിനോട് യോജിപ്പായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ നിന്നും CPIഎമ്മിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള മന്ത്രി V ശിവൻകുട്ടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അത് വ്യക്തമാക്കുന്നു ഈ നടക്കുന്ന പ്രചരണങ്ങൾ ഒക്കെ തെറ്റാണ്. സർക്കാരിന് LDFന് ഒരു ഒറ്റ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. അത് ഒരു തരത്തിലും രാജ്ഭവനെ RSSന്റെ പ്രചരണ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ശക്തമായ നിലപാട് തന്നെയാണ് സർക്കാരിനും LDFനും ഉള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും. മനു. ശരി, ഷീജ തിരുവനന്തപുരത്തുനിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു സർക്കാർ. ഒപ്പം തന്നെ ഗവർണർ ആകട്ടെ ആ ചിത്രങ്ങൾ രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല, അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ നിന്ന് മാറ്റില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർച്ചകൾ നമ്മുടെ മുൻപിലേക്ക് വരും. അതായത് ഗവർണറുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ സർക്കാരിന് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അത് സഹകരിക്കാതിരിക്കുക എന്ന ശക്തമായ നിലപാടിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി തന്നെ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്.